താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന പക്ക ആൻറ്റി ഇന്ത്യനാണ്. ചുമ്മാ അത് പറയുന്നതാണ്. അയാളുടെ പഴയ സ്റ്റേറ്റ്മെൻറ്റും അയാൾ പോയ സമയത്തും അയാൾ എടുത്തിരിക്കുന്ന നിലപാടും അയാളുടെ പോളിസിയും ഈ പറയുന്ന ഖാലിദാസയുടെ പോളിസിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് ആൻറ്റി ഇന്ത്യനാണ്. അതിൽ നിന്ന് അയാൾക്ക് വ്യതിചലിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ കൂടെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് പറ്റത്തില്ല. അതായത് മോദി ഗവൺമെൻറ്റിന് പറ്റുമോ പാകിസ്ഥാനുമായിട്ടൊരു ഡിസ്കഷൻ നടത്താൻ? കാരണം ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് മുസ്ലിമിനും ഇസ്ലാമിനും പാകിസ്ഥാനും എതിരെയാണ്. ഇനി പെട്ടെന്ന് മോദി ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായിട്ടൊരു ടോക്സ് നടത്തുക, ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു ട്രേഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സംഘപരിവാർ പ്രശ്നമായി. കാരണം ഒരു ഹിന്ദു രീതിയിലുള്ള മെജോറിറ്റി ഗവൺമെൻറ് അവിടെ ഭരിക്കുന്നത്. അതോടുകൂടി അവരുടെ അണികൾക്ക് ഇഷ്യൂ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ബംഗ്ലാദേശിൽ അവിടെ ഉണ്ടായിരിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങളുടെ മെജോറിറ്റി മുസ്ലിങ്ങളുടെ ധാരണ ഇന്ത്യ എന്ന് പറയുന്നൊരു ഹിന്ദു രാഷ്ട്രമാണ്. ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദു നാഷണലിസ്റ്റ് വളരെ റാഡിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെന്ന് പറയുന്ന പൂർണ്ണമായിട്ട് ഇസ്ലാമിക വിശ്വാസികളെ എതിർക്കുന്നവരാണ്. ആ ഒരു കാഴ്ച അവിടെ ഉണ്ടായി. അപ്പോൾ അതിനെയെല്ലാം ആ ഐസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യയുമായിട്ട് വീണ്ടും ഒരു ഫർദർ ടോക്സിനോ ട്രേഡ് ടോക്സിനോ ബൈലാറ്ററൽ ടോക്സിനോ ഒക്കെ വരികയാണെങ്കിൽ അവിടെ ജനങ്ങൾ മുഴുവൻ അയാൾക്കെതിരാവും. ഇതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ്, നിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഗ്രോയിങ് എക്കോണമിയാണ്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി തന്നെയാണ്. പല ഡേറ്റയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, അതായത് നമ്മളെ തളർത്താൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് കിട്ടിയ വലിയൊരു അവസരമായിരുന്നു ഈ പറയുന്ന പാൽഗാം. അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ കാര്യം പല ആൾക്കാരും പറയുന്നത് ചൈന തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തത്. കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് തടയുക. രണ്ടാമത് അവർക്കത് പ്രോക്സി ആയിട്ട് പാകിസ്ഥാനെ കിട്ടി.